Okay. Good morning, everyone. നമ്മുടെ സിറ്ററിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകളുടെ ഇന്നത്തെ സെഷൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ സെഷൻ ആരംഭിക്കുകയാണ്. ായിട്ട് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത് കണ്ണൂർ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലെ അധ്യാപകനായ HOD ഇൻചാർജ് കൂടിയായ ശ്രീ Shithin.P.V ആണ്. അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷമായി കണ്ണൂർ ഗവൺമെൻറ് പോളിടെക്നിക്കിലെ അധ്യാപകനാണ്. അതിനു മുമ്പും അധ്യാപന വൃത്തിയിൽ അതുപോലെ നല്ല പരിചയസമ്പന്നതയുള്ള വ്യക്തിത്വമാണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ പേപ്പർ ഹാൻഡിൽ ഇന്ന് നമ്മുടെ ഈ സെഷൻ ഹാൻഡിൽ ചെയ്യുക. നമുക്ക് അറിയാവുന്നതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് എപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടായി അനുഭവപ്പെടുന്ന പേപ്പറാണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പേപ്പർ. എന്നാൽ ഒരു സബ്ജക്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പർ കൂടിയാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും എത്രത്തോളം പരസ്പര പൂരകമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സിലബസിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാൻ നിൽക്കുന്നില്ല. നിങ്ങളെല്ലാവരും ഈ സെഷൻ മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവരായിരിക്കും. ഇല്ലെങ്കിലും നിങ്ങൾ ഓർമ്മിക്കുക, നിങ്ങളുടെ സെഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ആയിരിക്കും. ഈ ക്ലാസ് കേൾക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ചാറ്റ് ഓപ്ഷനിലൂടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ക്ലാസ്സിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പായിട്ടോ ഷിതിൻ സാർ അതിനുള്ള മറുപടികൾ നൽകും. എല്ലാവരും ശ്രദ്ധയോടെ ക്ലാസ് വീക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഷിതിൻ സാറിനെ ഈ സെഷൻ കൈകാര്യം ചെയ്യാനായിട്ട് വിളിക്കുന്നു. അഖിൽ സാറിൻ്റെ വീഡിയോ വേണേൽ ഓഫ് ചെയ്യാം. ഷിതിൻ സാറിൻ്റെ വീഡിയോ മാത്രമാക്കാം. So Shithin sir, you can handle the session now. Okay sir, thanks. So എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്നൊരു പുതിയ സബ്ജക്റ്റാണ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഇത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഉണ്ടാവും, കൂടാതെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും ടൂൾ ആൻഡ് ഡൈ സ്റ്റുഡൻസും ഇതിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ തേർഡ് സെമസ്റ്ററിലെ സബ്ജക്റ്റാണ്. സബ്ജക്റ്റിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുക ഞാൻ എന്തിനാണ് ഈ സബ്ജക്റ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതെന്നായിരിക്കും. അപ്പോൾ ആൾക്കാരൊക്കെ സ്റ്റുഡൻസ് ഒക്കെ വന്ന് തുടങ്ങുന്നുണ്ടാവും. ഞാൻ ചെറിയൊരു കഥയിലൂടെ തുടങ്ങാം. ബിടെക്കിൻ്റെ ഫസ്റ്റ് ഇയർ നമ്മൾക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ് ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അതിൽ സിയും ജാവയും കോൺസ്റ്റന്റ്, വേരിയബിൾ, ക്ലാസ്, ഒബ്ജക്റ്റ് അങ്ങനെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ പഠിക്കാനുണ്ട്. ആ സമയം ഞാനിത് ചിന്തിച്ചു, ഞാൻ എന്തിനാണ് ഈ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നത്? എൻ്റെ സബ്ജക്റ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലേ, ഞാനിത് പഠിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ കുറേ വർഷം കഴിഞ്ഞ് M.Tech ഒക്കെ കഴിഞ്ഞ് എനിക്ക് കിട്ടിയ ജോലി എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിലായിരുന്നു. 3 വർഷം അവിടെയായിരുന്നു. അപ്പോഴാണ് ഞാൻ വീണ്ടും കേൾക്കുന്നത് ഈ ഒബ്ജക്റ്റ്, ക്ലാസ്, വേരിയബിൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒന്നും വേസ്റ്റ് അല്ല, എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഉപയോഗിക്കാനാവും. പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ സ്ട്രീമിലുള്ളവർക്ക്. നിങ്ങളെ സ്പെഷ്യലൈസേഷൻ റോബോട്ടിക്സ് എന്നൊക്കെ പറയുന്ന സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് അത് ശരിക്കും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ്. അതൊക്കെ പോട്ടെ, നിങ്ങളിപ്പോൾ വർക്ക്ഷോപ്പിലൊക്കെയുള്ള ലെയ്ത്ത് റൺ ചെയ്യുന്നത് ഒരു ഇലക്ട്രിക്കൽ മോട്ടറായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏത് ഫേമിൽ പോയാലും പൊതുവെ പവർ സപ്ലൈ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ പവർ ആയിരിക്കും, അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ട് വെച്ചിട്ടായിരിക്കും. അപ്പോൾ അതാണ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാനുള്ളത്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അതിനു മുമ്പ് നിങ്ങളുടെ സിലബസ് എന്ന് പറയുന്നത് കുറച്ചധികം കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ. അപ്പോൾ ഇന്ന് ഞാൻ അജണ്ടയിൽ വെച്ചിട്ടുള്ളത് വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, പവർ, എനർജി, ഇതിൻ്റെ ഡെഫിനിഷൻ, ഓംസ് ലോൻ്റെ ഡെഫിനിഷൻ, DC സർക്യൂട്ട്സ് എന്താണെന്നും, പിന്നെ റെസിസ്റ്റേഴ്സിൻ്റെ സീരിയൽ ആൻഡ് പാരലൽ കോമ്പിനേഷൻ, പിന്നെ അത് ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനും, ഇത്രയും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും 1 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ കംപ്ലീറ്റ് സിലബസ് കുറച്ച് കൺജസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ
ഇന്നത്തെ ക്ലാസ്സും ഞാൻ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് വോൾട്ടേജ് കറണ്ട് എന്നൊക്കെ അറിയാം എന്ന വിശ്വാസത്തിലാണ് പോകുന്നത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പറയാം, നമുക്ക് ഒന്നും കൂടി കറക്റ്റ് ചെയ്ത് ഓരോ ടോപ്പിക്കും മുന്നോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ വോൾട്ടേജ് എന്താണെന്ന് നോക്കാം. അപ്പോൾ വോൾട്ടേജിനെ പറ്റി പറയുമ്പോൾ തന്നെ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു കമ്പാരിസൺ ആണ് ഒരു ഹൈറ്റിൽ ഉള്ള ഒരു ടാങ്കും അതിലൂടെ ഫ്ലോ ചെയ്യുന്ന വാട്ടറും. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ തുടങ്ങാം. അപ്പോൾ ഇവിടെ ഒരു ഹൈറ്റ് ഡിഫറൻസിൽ ഒരു ടാങ്ക് വെച്ചപ്പോൾ അതിലൂടെ ഒരു വാട്ടർ ഫ്ലോ, ഈ പൈപ്പിലൂടെ ഒരു വാട്ടർ ഫ്ലോ ഉണ്ടാവും. ഇനി ഇതേ ഹൈറ്റ് ഡിഫറൻസിൽ ടാങ്ക് വെക്കണം എന്നില്ല. വാട്ടർ ഫ്ലോ ഉണ്ടാവാൻ വേണ്ടി നമ്മൾക്ക് ഒരു വാട്ടർ പമ്പ് വെച്ചാലും മതി. അപ്പോൾ വാട്ടർ പമ്പ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? വാട്ടർ പമ്പ് ഒരു സൈഡിൽ ലോ പ്രഷറും ഒരു സൈഡിൽ ഹൈ പ്രഷറുമാണ് കൊടുക്കുക. അതായത് വാട്ടർ പമ്പിന്റെ കേസിൽ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും, ഈ ടാങ്കിന്റെ കേസിൽ ഒരു ഹൈ ഡിഫറൻസ് ഉണ്ടാവും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിന്റെ കേസിൽ നമുക്ക് വോൾട്ടേജിനെ പറയാം. ഇതിൽ ആദ്യത്തെ കേസിൽ ഹൈറ്റ് ഡിഫറൻസ് ആയിരുന്നു, രണ്ടാമത്തെ കേസിൽ പ്രഷർ ഡിഫറൻസ് ആയിരുന്നു. പക്ഷെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് വോൾട്ടേജ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് ഇൻ ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. അതിന്റെ യൂണിറ്റ് വോൾട്ട് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തോന്നുക എന്താണ് പൊട്ടൻഷ്യൽ എന്ന് നമുക്ക് ആദ്യം പറയാം. അപ്പോൾ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് an amount of work needed to move a unit charge from a reference point to a specific point. എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല, ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഒരു പോസിറ്റീവ് 1 കൊളൂംബ് ചാർജ് ഉണ്ട്. ചാർജിന്റെ യൂണിറ്റ് ആണ് കൊളൂംബ്. ഒരു പോസിറ്റീവ് 1, അതിനെയാണ് യൂണിറ്റ് ചാർജ് പറയുക. ആ ഒരു ചാർജ് നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങളോട് ഒരു റെഫറൻസ് പോയിന്റിൽ നിന്ന് നമ്മൾക്ക് ഏത് പോയിന്റിന്റെ ആണോ പൊട്ടൻഷ്യൽ കാണേണ്ടത് ആ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര വർക്ക് ചെയ്യേണ്ടി വരും? അത്രയും വർക്കിനെയാണ്, ആ എമൗണ്ടിനെയാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള, റെഫറൻസ് പോയിന്റ് സ്പെസിഫിക് പോയിന്റും അല്ല, രണ്ട് സ്പെസിഫിക് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് വോൾട്ടേജ് എന്ന് പറയുക. പൊട്ടൻഷ്യലിന്റെ യൂണിറ്റും വോൾട്ട് തന്നെയാണ്, വോൾട്ടേജിന്റെ യൂണിറ്റും വോൾട്ട് തന്നെയാണ്. സോ അടുത്തത് കറണ്ട്. എഗെയിൻ നമ്മൾ വാട്ടർ ടാങ്കും പമ്പിന്റെ എക്സ്പെരിമെന്റിലേക്ക് വരാം. ഇവിടെ വാട്ടർ ടാങ്കിൽ ഹൈ ഡിഫറൻസ് കൊടുത്തു, വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട്. പമ്പിൽ പ്രഷർ ഡിഫറൻസ് കൊടുത്തു, അതുകൊണ്ട് വാട്ടർ ഫ്ലോ ചെയ്യും. പമ്പിന്റെ കേസിൽ ലോ പ്രഷറിൽ നിന്ന് ഹൈ പ്രഷറിലേക്കായിരിക്കും വാട്ടർ ഫ്ലോ ചെയ്യുക. ടാങ്ക് ഹൈ ഡിഫറൻസിന്റെ കേസിൽ ഗ്രാവിറ്റിക്ക് അനുസരിച്ച് താഴേക്കായിരിക്കും വാട്ടർ ഫ്ലോ ചെയ്യുക. അപ്പോൾ ഇവിടെ ഹൈ ഡിഫറൻസും പ്രഷർ ഡിഫറൻസും കൊടുത്തപ്പോൾ വാട്ടറിന്റെ ഫ്ലോ ഉണ്ടായി. ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്താൽ ചാർജിന്റെ ഫ്ലോ ഉണ്ടാവും. ഈ കറണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന ചാർജിന്റെ റേറ്റിനെയാണ് കറണ്ട് എന്ന് പറയുക. ഇലക്ട്രിക് ചാർജിന്റെ ഫ്ലോന്റെ റേറ്റിനെയാണ് കറണ്ട് എന്ന് പറയാം. ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ ഒക്കെയാണ്. ഇതിലാകെ ഒരു കൺഫ്യൂഷൻ വരുന്നത് എന്താണ് ഈ റേറ്റ് എന്നാണ്. റേറ്റ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടൈം. നമുക്ക് സ്പീഡിന്റെ കേസ് എടുക്കാം. സ്പീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഒരു പെർട്ടിക്കുലർ ടൈമിൽ കവർ ചെയ്യുന്നതിൻ്റെ ഒരു ടൈം ഡിഫറൻസിൽ, ഇപ്പോൾ ഒരു 2 സെക്കൻഡിൽ നിങ്ങൾ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു, അതിൻ്റെ ഒരു ഇൻഫർമേഷൻ ആണല്ലോ സ്പീഡ് തരിക. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈം പറയുന്നതിനെയാണ് റേറ്റ് എന്ന് പറയാം. അപ്പോൾ കറണ്ടിന് നമുക്ക് ഒരു ഇക്വേഷൻ ഫോം ചെയ്യണമെങ്കിൽ ഇലക്ട്രിക് ചാർജിന്റെ റേറ്റ് അപ്പോൾ എന്തായിരിക്കും? ചാർജ് ഡിവൈഡഡ് ബൈ ടൈം ആയിരിക്കും. നമ്മൾ സ്പീഡ് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം പറയുന്ന പോലെ കറണ്ട് എന്ന് പറയുന്നത് ചാർജ് ഡിവൈഡ് ബൈ ടൈം ആയിരിക്കും. അപ്പോൾ ഇതൊരു ഫ്ലോ ആണ്, ഇലക്ട്രിക് ചാർജിന്റെ ഫ്ലോ ആണ്. അപ്പോൾ എന്തായാലും അതിനൊരു ഡയറക്ഷൻ നമ്മൾ പറഞ്ഞിരിക്കണം. അപ്പോൾ വാട്ടറിന്റെ കേസിൽ ഡയറക്ഷൻ നമുക്ക് പറയാം, അതുപോലെ തന്നെ കറണ്ടിന്റെ കേസിലും ഡയറക്ഷൻ പറയണം. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. വാട്ടറിന്റെ കേസിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ H2O, ഒറ്റൊരു സംഭവമേ ഉള്ളൂ. പക്ഷെ കറണ്ട് അങ്ങനെയല്ല. കറണ്ടിൽ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജും ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജും ആവാം. 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് ചാർജ് പോകുന്ന അതേ ഡയറക്ഷനിലായിരിക്കില്ല നെഗറ്റീവ് ചാർജിന്റെ മൂവ്മെന്റ് ഫ്ലോ. അപ്പോൾ നമ്മളൊരു കൺവെൻഷൻ എടുക്കുകയാണ്, കറണ്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജിന്റെ ഫ്ലോവിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഈ കേസിൽ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് പോസിറ്റീവ് ചാർജിന്റെ ഫ്ലോ. നിങ്ങൾക്കത് എങ്ങനെയാ വന്നതെന്ന് വെച്ചാൽ ഈ സിമ്പിൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതൊരു സെല്ല് അല്ലെങ്കിൽ ബാറ്ററിന്റെ സിമ്പിളാണ്.
അതിൽ ഹൈറ്റ് കൂടിയ നീളം കൂടിയ വര എന്ന് പറയുന്നത് പോസിറ്റീവ് ടെർമിനലും നീളം കുറഞ്ഞ വര നെഗറ്റീവ് ടെർമിനലുമാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് ആയിരുന്നു ഫ്ലോ ചെയ്തതെങ്കിൽ അത് പോസിറ്റീവിൽ നിന്ന് തള്ളി മാറി നെഗറ്റീവ് ചാർജിലേക്ക് അട്രാക്ട് ചെയ്യല്ലേ ചെയ്യാം. അപ്പോൾ ഫ്ലോ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഈ ഡയറക്ഷൻ നമുക്ക് ക്ലോക്ക് വൈസ് എന്ന് പറയാം. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ നോർമലി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വീട്ടിലുള്ള വയറ്, കോപ്പർ കണ്ടക്ടർ ആവാം, അങ്ങനെ ഏത് കണ്ടക്ടർ ആയാലും ആ കണ്ടക്ടറിലൂടെ പോസിറ്റീവ് ചാർജ് അല്ല നോർമലി ഫ്ലോ ചെയ്യുക. അത് ഫ്രീ ഇലക്ട്രോണിന്റെ ഫ്ലോ ആണ് കറണ്ട് ആയിട്ട് ഉണ്ടാവുക. പക്ഷെ നമ്മൾ ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ പറയുമ്പോൾ എപ്പോഴും പോസിറ്റീവ് ചാർജ് ആയിരുന്നു ആ കണ്ടക്ടറിലൂടെ പോയിരുന്നെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഡയറക്ഷൻ എന്നാണ് പറയാം. ഈ പോസിറ്റീവ് ചാർജിന്റെ ഫ്ലോ ഉണ്ടാവുന്ന കേസും ഉണ്ട്. ഇലക്ട്രോലൈറ്റിന്റെ ഒക്കെ കേസിൽ പോസിറ്റീവ് അയോൺസിന്റെ ഫ്ലോയും ഉണ്ടാവാം. അപ്പോൾ കറണ്ട് എന്താണെന്ന് മനസ്സിലായി. നമ്മളിപ്പോൾ വോൾട്ടേജ് ആണ് നോക്കിയത്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, കറണ്ട് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ്. നമുക്കിനി മൂന്നാമത്തെ ടേം നോക്കാം, റെസിസ്റ്റൻസ്. അതും നമുക്ക് വാട്ടർ പമ്പിന്റെ കേസ് വെച്ചിട്ട് തന്നെ പറയാം. വാട്ടർ പമ്പ് വെച്ച് പ്രഷർ ഡിഫറൻസ് ഉണ്ടാക്കുന്നു, വാട്ടർ ഫ്ലോ ചെയ്യും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഉള്ളതെന്ന് വെച്ചാൽ ഈ പൈപ്പിന്റെ ഒരു സ്ഥലത്തെത്തുമ്പോൾ അതിന്റെ ഡയമീറ്റർ നമ്മൾ ചെറുതായൊന്ന് കുറച്ചിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുക, ഈ ഒരു ഡയമീറ്ററിന്റെ കുറവ് മൂലം നമ്മൾക്ക് പൊതുവെ ഒരു വാട്ടറിന്റെ ഫ്ലോവിന് ഒരു റെസിസ്റ്റൻസ്, ഒരു ഒപ്പോസിഷൻ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പറയാം ഈ ഡയമീറ്റർ കുറച്ചുകൊണ്ട് വാട്ടർ ഫ്ലോന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടായി. ഇനി നമുക്ക് ഡയമീറ്റർ കുറക്കണം എന്ന് തന്നെ നിർബന്ധമില്ല. നമുക്ക് ഈ കേസ് നോക്കാം. ഈ കേസിൽ പമ്പ് വെച്ച് പ്രഷർ ഡിഫറൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഡയമീറ്റർ ഒന്നും പൈപ്പിന്റെ കുറച്ചില്ല, പകരം നമ്മൾ കുറച്ച് സാൻഡ് എടുത്തിട്ടു. സാൻഡ് ഇട്ടാലും ആ വാട്ടറിന്റെ ഫ്ലോന് മൊത്തത്തിൽ ആ പൈപ്പിലൂടെയുള്ള മൊത്തം വാട്ടറിന്റെ ഫ്ലോന് ഒരു ഒപ്പോസിഷൻ, ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഇതേ കൺസെപ്റ്റ് നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ടിന്റെ കേസിൽ കൊണ്ടുവരികയാണ്. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ വാട്ടർ പമ്പിന്റെ കേസിൽ വാട്ടർ ഫ്ലോ ചെയ്യുന്നതിനെയാണ് ഒപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക് സർക്യൂട്ടിന്റെ കേസിൽ റെസിസ്റ്റൻസ് ഈസ് എ മെഷർ ഓഫ് ദ ഒപ്പോസിഷൻ ടു കറണ്ട് ഫ്ലോ. വാട്ടർ ഫ്ലോന്റെ പകരം കറണ്ട് ഫ്ലോ ഇൻ എൻ ഇലക്ട്രിക് സർക്യൂട്ട്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓംസ് ആണ്. അത് ഒമേഗ വെച്ച് റെപ്രസെന്റ് ചെയ്യും. എനിക്ക് തോന്നുന്നു കറണ്ടിന്റെ യൂണിറ്റ് പറയാൻ വിട്ടുപോയി. അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, ആംബിയർ ആണ്. അപ്പോൾ ഇതിൽ വാട്ടറിന്റെ കേസിൽ വാട്ടർ പമ്പ് വെച്ച് പ്രഷർ ഡിഫറൻസ് ഉണ്ടാക്കി. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഒരു ബാറ്ററി വെച്ചിട്ട് നമുക്ക് ഒരു വോൾട്ടേജ് ഉണ്ടാകാം. ഇങ്ങനെ പ്രഷർ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ വാട്ടർ ഫ്ലോ ചെയ്യുന്നു, വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതുവഴി ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഇതിന്റെ ഒപ്പോസിഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് റെസിസ്റ്റർ എന്ന് പറയാം. റെസിസ്റ്ററിന്റെ സിമ്പിൾ ആണിത്. ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ കറണ്ടിന് ഒരു ലൈറ്റ് ബൾബ്, നമ്മൾ സാധാ ഇൻകാൻഡസെന്റ് ലാമ്പ്, മുമ്പൊക്കെ ഉപയോഗിച്ചിരുന്ന ഇൻകാൻഡസെന്റ് ലാമ്പൊക്കെ ഉപയോഗിച്ചാൽ അതായിരിക്കും, ആ ലൈറ്റ് ബൾബ് ആയിരിക്കും ആ കറണ്ടിന്റെ ഫ്ലോനെ ഒന്ന് ഒപ്പോസ് ചെയ്യുക. അപ്പൊ അതിനെ സിമ്പിൾ ആയിട്ട് സർക്യൂട്ട് ഡയഗ്രാം ആയിട്ട് ഇങ്ങനെ വരക്കാം. ബാറ്ററിനെ ഈ എംബ്ലം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സിമ്പിൾ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. റെസിസ്റ്ററിനെ ഈ ഒരു സിമ്പിൾ വെച്ചിട്ടും റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ 3 ടേമാണ് ഇതുവരെ പഠിച്ചത്. വോൾട്ടേജ് പഠിച്ചു, കറണ്ട് പഠിച്ചു, റെസിസ്റ്റൻസ് പഠിച്ചു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓംസ് ലോ ആണ്. ഓംസ് ലോ ഈ 3 ടേമിനെയും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. അതും ഡയറക്റ്റ് നമുക്ക് ഓംസ് ലോയിലേക്ക് പറയുന്നതിന് മുമ്പേ നമുക്കത് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഈ കേസിൽ സപ്പോസ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു 1 HP വാട്ടർ പമ്പാണ്. അപ്പോൾ 1 HP വാട്ടർ പമ്പ് ഒരു സ്പെസിഫിക് പ്രഷർ ഡിഫറൻസ് ഉണ്ടാക്കുന്നു. ആ പ്രഷർ ഡിഫറൻസ് കൊണ്ട് വാട്ടർ ഫ്ലോ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പകരം നമ്മൾ ആ വാട്ടർ പമ്പിന്റെ കപ്പാസിറ്റി 1 HP നിന്ന് 5 HP ആക്കി ഇൻക്രീസ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും, പ്രഷർ ഡിഫറൻസും അതിന് കണക്കായി ഇൻക്രീസ് ചെയ്യും. പ്രഷർ ഡിഫറൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വാട്ടർ ഫ്ലോന്റെ റേറ്റും അതിന് കണക്കായി മാറും. എങ്ങനെ മാറും, പ്രഷർ ഡിഫറൻസ് കൂടുന്നതിന് കണക്കായി വാട്ടർ ഫ്ലോ ചെയ്യുന്നതിന്റെ റേറ്റും ഇൻക്രീസ് ചെയ്യും അല്ലേ. അപ്പോൾ പ്രഷർ ഡിഫറൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വാട്ടർ ഫ്ലോന്റെ റേറ്റും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ആയിട്ട് എങ്ങനെ പറയാം, പ്രഷർ ഡിഫറൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു റേറ്റ് ഓഫ് വാട്ടർ ഫ്ലോ എന്ന് പറഞ്ഞൂടെ. ഇതേ കേസ് നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ കേസ് ഇതിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ പ്രഷർ ഡിഫറൻസിന് പകരം
വോൾട്ടേജ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാട്ടർ ഫ്ലോൻ്റെ റേറ്റിന് പകരം കറണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഓംസ് ലോ പറയുന്നത്, ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ കറണ്ട് ത്രൂ എ കണ്ടക്ടർ ബിറ്റ്വീൻ 2 points is directly proportional to potential to the voltage across the point. അതായത് ആ 2 പോയിന്റ് എടുത്താൽ ആ 2 പോയിന്റിന്റെ ഇടയിലൂടെയുള്ള കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ആ 2 പോയിന്റിന് അക്രോസ് ഉള്ള വോൾട്ടേജിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ടും ഇൻക്രീസ് ചെയ്യും. നമ്മൾ എക്സാമ്പിളിന്റെ കേസിൽ എങ്ങനെയാണോ ഹൈ പവറുള്ള വാട്ടർ പമ്പ് വെച്ച് പ്രഷർ ഡിഫറൻസ് ഇൻക്രീസ് ചെയ്ത് വാട്ടർ ഫ്ലോന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്തത്, അതുപോലെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കറണ്ടും ഇൻക്രീസ് ചെയ്യും. അതാണ് ഓംസ് ലോ പറയുന്നത്. സോ വി പ്രപ്പോർഷണൽ ടു ഐ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി പ്രപ്പോർഷണൽ സൈനിനെ എന്ത് ചെയ്യും? ഈക്വൽ ടു സൈനിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഈക്വൽ ടു സൈനിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നോർമലി ഉപയോഗിക്കുക എന്താ? ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ആ കോൺസ്റ്റന്റ് ആണ് റെസിസ്റ്റൻസ് ആർ. അപ്പോൾ നമുക്ക് നോക്കാം. ഓംസ് ലോ എന്ന് പറഞ്ഞാൽ കറണ്ട് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് ആണ്. അപ്പോൾ വി പ്രൊപ്പോർഷണൽ ടു ഐ ആണ്. സോ അവിടെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമ്മളൊരു ആർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ആർ എന്ന് പറഞ്ഞിരിക്കുന്നത് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ വി ഈക്വൽ ടു വി പ്രൊപ്പോർഷണൽ ടു ഐക്ക് പകരം നമുക്ക് വി ഈക്വൽ ടു ഐ ആർ എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ചെറുതായി ഒന്ന് ആറിനെ എടുത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ ഐ ഈക്വൽ ടു വി ബൈ ആർ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇതിന് മുകളിൽ ഒരു സ്റ്റാർ ഒക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ പത്രത്തിലൊക്കെ അഡ്വർടൈസ്മെന്റ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റിന്റെ വിലന്റെ മുകളിൽ ഒരു സ്റ്റാർ ഉണ്ടാവും, എന്നിട്ട് താഴെ എഴുതും കണ്ടീഷൻ സപ്ലൈ അല്ലെങ്കിൽ നിബന്ധനകൾക്ക് വിധേയം എന്ന് പറയും. അപ്പോൾ അതുപോലെ ഇവിടെയുണ്ട് ഒരു കണ്ടീഷൻ. ആ കണ്ടീഷൻ എന്ന് പറയുന്നത് അണ്ടർ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മാറാൻ പാടില്ല. നമ്മൾ ആർ എന്തുകൊണ്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അതൊരു കോൺസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആറിനെ ഇക്വേഷനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഈക്വൽ ടു സൈൻ ആക്കിയത്. അപ്പോൾ ആറ് കോൺസ്റ്റന്റ് ആയിരിക്കണം. പക്ഷേ ഈ ആറ് എപ്പോൾ മാത്രമേ കോൺസ്റ്റന്റ് ആകും? അതായത് ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് അത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമേ റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയി നിൽക്കൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. നിങ്ങളെ ലാബിനൊക്കെ ചിലപ്പോൾ വൈവൊക്കെ ചോദിക്കാം. ഒരു കണ്ടക്ടറിന്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ആണ് ചെയ്യുക. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. സോ നമ്മൾ ഇക്വേഷൻ വി ഈക്വൽ ടു ഐ ആർ, ആ ഇക്വേഷൻ മറക്കരുത്, ആ ഇക്വേഷൻ ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഓംസ് ലോ. ഇനി നമുക്ക് പറയാൻ ബാക്കിയുള്ളത് എനർജിയും പവറുമാണ്. സോ എനർജി നോക്കാം. സോ എനർജി ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക്. ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എനർജി എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് എനർജി എന്ന് പറയുക. അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് വർക്ക്. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റിന്റെ മുകളിൽ ഉണ്ടാക്കുന്ന ഇന്ററാക്ഷനെയാണ് ഫോഴ്സ് എന്ന് പറയാം. അതായത് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, നിങ്ങൾ ഇതിലേക്ക് ഫോഴ്സ് എന്താ പറയുക ആക്ട് ചെയ്യിക്കുക അല്ലെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റിന്റെ മുകളിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഇന്ററാക്ഷൻ ആണത്. അപ്പോൾ ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, വർക്കിന്റെ യൂണിറ്റ് ജൂൾ. അപ്പോൾ എബിലിറ്റി ടു ഡു വർക്കോ അതും ജൂൾ തന്നെ. അതായത് എനർജിന്റെ യൂണിറ്റും ജൂൾ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാവുന്നത് പവർ ആണ്. പവർ എന്ന് പറഞ്ഞാൽ റേറ്റ് അറ്റ് വിച്ച് ഇലക്ട്രിക്കൽ എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ബൈ ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. അതായത് ഈ എനർജി സപ്ലൈ ചെയ്യുന്ന റേറ്റ്. നമുക്കൊരു കേസിൽ നമുക്ക് വീട്ടിൽ ചിലപ്പോൾ മിക്സിൻ്റെ കേസ് എടുക്കാം. അപ്പോൾ മിക്സിൻ്റെ കേസിൽ പവർ കൂടിയ മിക്സി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇപ്പോൾ ഗ്രൈൻഡ് ചെയ്യാനാണെങ്കിൽ അത് ഗ്രൈൻഡ് ചെയ്ത് തരും. പവർ കുറഞ്ഞ മിക്സി ആണെങ്കിൽ സംഭവം ഗ്രൈൻഡ് ചെയ്തൊക്കെ തരും, പക്ഷെ കൂടുതൽ ടൈം എടുക്കും. അപ്പോൾ ഇത് തന്നെയാണ് പവർ എന്ന് പറഞ്ഞാൽ എത്രത്തോളം എനർജി ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് പവർ കൂടിയ മെഷീൻ എന്നൊക്കെ പറയാം. അപ്പോൾ പവറിന്റെ കേസിൽ നമ്മൾ ഡി സി സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഡി സി സർക്യൂട്ട് എന്താണെന്ന് നമ്മൾ പറയും. നിങ്ങളിപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഡി സി സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ പവറിന്റെ ഇക്വേഷൻ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആയിരിക്കും. പവർ ഈക്വൽ ടു വി ഇൻറ്റു ഐ, വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആയിരിക്കും. സോ ഇവിടെ കറണ്ട് ഐൻ്റെ ഇക്വേഷൻ വി ബൈ ആർ എന്നും ഓംസ് ലോ പ്രകാരം പറയാം. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് പവർ ഈക്വൽ ടു വി സ്ക്വയർ ബൈ ഐ എന്നും, പിന്നെ വോൾട്ടേജിന്
വി ഈക്വൽ ടു ഐ ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പവർ ഈക്വൽ ടു ഐ സ്ക്വയർ ആർ, അങ്ങനെ ഒരു അഡീഷണലി 2 ഇക്വേഷൻ കൂടി കിട്ടും. ബേസിക്കലി നിങ്ങൾ ഒറ്റൊരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി, പവർ ഈക്വൽ ടു വി ഇൻറ്റു ഐ. പിന്നെ നമുക്ക് ഓംസ് ലോ ഓൾറെഡി അറിയാം, ഐ ഈക്വൽ ടു വി ബൈ ആർ അല്ലെങ്കിൽ വി ഈക്വൽ ടു ഐ ആർ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വേറെ 2 ഇക്വേഷൻ ഉണ്ടാക്കാം. ഇത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാൻ കാരണം ഇത് ചിലപ്പോൾ ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റനോ അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ റെസിസ്റ്റൻസും വോൾട്ടേജും തന്നിട്ട് പവർ, ആ ഡി സി സർക്യൂട്ടിൻ്റെ പവർ എത്രയാണെന്നൊക്കെ ചോദിച്ചാൽ അത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ ഇതിൻ്റെ കൂടെ പറഞ്ഞത്. അപ്പോൾ ഡി സി സർക്യൂട്ട് എന്താണെന്ന് ഇനി നമുക്ക് അടുത്തത് നോക്കാം. അതിനു മുമ്പ് ഡി സി എന്താണെന്ന് നോക്കാം. സോ ഡി സി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ വാട്ടർ പമ്പിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണ്. നമ്മളൊക്കെ വീട്ടിലുള്ള വാട്ടർ പമ്പ് നോർമലി വാട്ടർ ഇപ്പോൾ കിണറ്റിൽ നിന്ന് എടുത്ത് ടാങ്കിലേക്ക് സപ്ലൈ ചെയ്യും, അല്ലാതെ ടാങ്കിൽ നിന്ന് കിണറ്റിലേക്ക് പോവില്ലല്ലോ. അപ്പോൾ ആ വാട്ടർ പമ്പിൻ്റെ ലോ പ്രഷറും ഹൈ പ്രഷറും എന്താണ് ആക്ട് ചെയ്യുന്ന സൈഡ്, ഇപ്പോൾ ഈ കേസിൽ റൈറ്റ് സൈഡിലാണ് ലോ പ്രഷർ, ലെഫ്റ്റ് സൈഡിലാണ് ഹൈ പ്രഷർ. അത് എപ്പോഴും ആ ഒരു ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് വാട്ടർ ഫ്ലോവിൻ്റെ ഡയറക്ഷനും ഒരേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് എങ്കിൽ, ഇലക്ട്രിക്കൽ സർക്യൂട്ടിൻ്റെ കേസിൽ വാട്ടർ അല്ല, ഇലക്ട്രിക്കൽ സർക്യൂട്ടിൻ്റെ കേസിൽ ഇലക്ട്രിക് ചാർജ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ചാർജിൻ്റെ ഫ്ലോ ഒരേ ഡയറക്ഷനിൽ തന്നെയാണെങ്കിൽ അതിനെ ഡയറക്റ്റ് കറണ്ട് എന്ന് പറയാം. അങ്ങനെയുള്ള കറണ്ടുള്ള ഒരു സർക്യൂട്ടിനെ ഡി സി സർക്യൂട്ട് എന്ന് പറയാം. അപ്പോൾ ഡെഫിനിഷൻ, ഡയറക്റ്റ് കറണ്ട് ഈസ് ദ യൂണിഡയറക്ഷണൽ ഫ്ലോ ഓഫ് ആൻ ഇലക്ട്രിക് ചാർജ്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാറ്ററി, എല്ലാ ടൈപ്പ് ബാറ്ററി, നമ്മുടെ വാച്ചിലുള്ള ബാറ്ററി ആയിക്കോട്ടെ അല്ലെങ്കിൽ വണ്ടികളിലുള്ള ബാറ്ററി ആയിക്കോട്ടെ, എല്ലാ ബാറ്ററിയും, അതായത് ഇലക്ട്രോ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഏത് ബാറ്ററി ആയാലും അത് പ്രൊവൈഡ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ഡി സി കറണ്ട് ആയിരിക്കും. അതായത് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഒരേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം കറണ്ടിൻ്റെ ഡയറക്ഷൻ ഒരേ ഡയറക്ഷനിൽ അല്ലാതെയും വരാം എന്നല്ലേ. അപ്പോൾ നമുക്ക് അത്രയും ഒരു കേസ് വേവ് ഫോം ഒക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ കേസിൽ നമ്മൾ റെഡ് കളറിൽ പറഞ്ഞിരിക്കുന്നതാണ് ഒരു ഡയറക്റ്റ് കറണ്ട്. റെഡ് കളറിലുള്ളതിന് ഡയറക്റ്റ് കറണ്ട് ആണ്. അതിൽ ഡൗട്ട് വരാൻ ഒരു ചാൻസും ഇല്ല, കാരണം അത് ടൈം എന്തായാലും എക്സ് ആക്സിസിൽ ടൈമാണ്, വൈ ആക്സിസിൽ വോൾട്ടേജ് ഒരു കറണ്ട് ആണ്. അപ്പോൾ ഏത് ടൈമിലും ഡയറക്റ്റ് കറണ്ടിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് തന്നെയാണ്. അത് കൂടാതെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കോൺസ്റ്റന്റ് ആണ്. ഇനി ബ്ലൂ കളറിലുള്ളത് എടുക്കാം. ബ്ലൂ കളറിലുള്ളതും ഡയറക്റ്റ് കറണ്ട് ആണോ? അതും ഡയറക്റ്റ് കറണ്ട് ആണ്. കാരണം അതിൻ്റെ ഡയറക്ഷൻ എല്ലാ ടൈമിലും പോസിറ്റീവ് മാത്രമേ ഉള്ളൂ, ഒരേ ഡയറക്ഷനേ ഉള്ളൂ, ഡയറക്ഷൻ മാറുന്നില്ല. പക്ഷേ ഈ കേസിൽ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ പൾസേറ്റിംഗ് വിളിക്കാം. കാരണം അതൊരു പൾസ് പോലെ കൃത്യമായ ഇടവേളയിൽ കൂടും കുറയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ആ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്, എ സി എന്ന് പറയാം. നമ്മൾ KCB ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വോൾട്ടേജ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ്. അതായത് ഒരു കൃത്യമായ ഇടവേളകളിൽ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ പോസിറ്റീവിൽ അതായത് ഈ ഡയറക്ഷനിലുള്ള ചേഞ്ച് തന്നെയായിരിക്കും നെഗറ്റീവ് ഡയറക്ഷൻ മാത്രമേ മാറൂ. പിന്നെ ഈ മൊത്തം സെറ്റ് ഇത് തന്നെയായിരിക്കും റിപ്പീറ്റ് ചെയ്ത് പോകുന്നുണ്ടാവുക. ഇതൊന്നും അല്ലാതെ ഒരു ഗ്രേ കളറിലുള്ള ഒരു വേവ് ഫോം കാണാം, അതിനെ വേരിയബിൾ എന്ന് പറയാം. അത് എന്തായാലും DC അല്ല, കാരണം അതിൻ്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്. ആൾട്ടർനേറ്റിംഗ് ആണെന്ന് പറയാനും പറ്റൂല, കാരണം അത് കൃത്യമായ ഇടവേളകളിൽ അതിൻ്റെ വാല്യൂ കൃത്യമായി മാറുന്നുമില്ല. അപ്പോൾ അതൊരു വേരിയബിൾ കറണ്ട് എന്ന് പറയാം. ഓക്കെ, ഇത് ഒരു DC സർക്യൂട്ട് ആകുമ്പോൾ എന്തായാലും സോഴ്സ് എന്ന് പറയുന്നത് DC കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന സോഴ്സ് ആയിരിക്കും. അത് ബാറ്ററിൻ്റെ കേസിൽ അങ്ങനെ പറയാം. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു DC സർക്യൂട്ട്, ഒരു വോൾട്ട്മീറ്ററും ഒരു അമ്മീറ്ററും ഒരു സ്വിച്ചൊക്കെ വെച്ചിട്ടുള്ള ഒരു DC സർക്യൂട്ട്. ഇനി അടുത്തത്, നമ്മളിപ്പോൾ DC സർക്യൂട്ട് പഠിച്ചു, വോൾട്ടേജ് പഠിച്ചു, കറണ്ട് പഠിച്ചു, റെസിസ്റ്റർ പഠിച്ചു. ഇനി ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റേഴ്സ് എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം? റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർക്യൂട്ട് കോമ്പണന്റ്, അത്രയും വിചാരിച്ചാൽ മതി. റെസിസ്റ്റൻസ് അതായത് കറണ്ടിന്റെ ഫ്ലോനെ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർക്യൂട്ട് കോമ്പണന്റ്, ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് കോമ്പണന്റ്. ഹലോ ഷിതിൻ സാറേ, സാർ ഒരു ചാറ്റിൽ വന്ന 2 ചെറിയ ഡൗട്ട് ഞാൻ പറയാം, കാരണം ഇത് അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ കയറുകയാണല്ലോ.
ഒന്ന് DC കറണ്ട് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ വോൾട്ടേജും പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ഡിഫൈൻ ചെയ്യാമോ എന്നും ചോദിച്ചിട്ടുണ്ട്. സാറിന് ഇപ്പൊ ക്ലിയർ ചെയ്യണമെന്നില്ല, പിന്നീടായാലും മതി. ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ഡൗട്ടും കൂടെ ഉണ്ട് സാർ. പറഞ്ഞോളൂ സാർ. പവർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ഐ കിട്ടിയില്ലേ, അത് എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ആദ്യം ഡയറക്റ്റ് കറണ്ട് എന്താണെന്ന് പറഞ്ഞു പോവാം. ഡയറക്റ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ സപ്പോസ് നമ്മുടെ സർക്യൂട്ടിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. അതായത് ഈ ഒരു കേസ് എടുക്കാം. ഈ സർക്യൂട്ട് നോക്കി, ഈ സർക്യൂട്ടിൽ ബാറ്ററീൻ്റെ പോസിറ്റീവ് നിന്ന് കറണ്ട് എപ്പോഴും നെഗറ്റീവ് സൈഡിലേക്ക് പോകും. അതായത് ഇതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഈ കേസിൽ പറയുകയാണെങ്കിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് തന്നെയായിരിക്കും. അതിന് ഒരിക്കലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോവില്ല, ബാറ്ററിയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ. അങ്ങനെ ഒരു കേസിൽ അങ്ങനെയുള്ള സർക്യൂട്ടിനെയാണ് DC സർക്യൂട്ട് എന്ന് പറയുക. അങ്ങനെയുള്ള കറണ്ടിനെയാണ് ഡയറക്റ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ. അതായത് അതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഒരേ ദിശയിൽ തന്നെയായിരിക്കും, അത് ചേഞ്ച് ചെയ്യില്ല. ഇതിവിടെ ബാറ്ററി ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരേ ദിശയിൽ വന്നത്. ഇതിപ്പോൾ നമ്മൾ AC ജനറേറ്റർ ഒക്കെ ആണെങ്കിൽ, അതായത് നമ്മൾ പോട്ടെ KCB എന്നുള്ള സപ്ലൈ ആണെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എല്ലാ സമയവും ഈ ഒരേ ഡയറക്ഷനിൽ തന്നെ ആവണമെന്നില്ല, അത് മാറാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഗ്രാഫ് വെച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നോക്കി, എല്ലാ ടൈമിലും ഈ DC ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു വേവ് ഫോം ഒരേ, അതായത് പോസിറ്റീവ് ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ, പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാനതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ വാട്ടർ പമ്പിൻ്റെ കേസിൽ നോർമലി വാട്ടർ പമ്പിൽ വാട്ടർ ഒരേ ദിശയിലല്ലേ പമ്പ് ചെയ്യും. നെക്സ്റ്റ് വന്നത് പവർ എങ്ങനെയാ വന്നത്, വി സ്ക്വയർ ബൈ ഐ അതെങ്ങനെയാ വന്നതെന്നല്ലേ സാറേ? പവറിൻ്റെ ഇക്വേഷൻ നമുക്ക് V ഇൻറ്റു I, അതിൽ നിന്ന് ഓംസ് ലോ നമുക്ക് ഓൾറെഡി അറിയാലോ. V ഈക്വൽ ടു IR അല്ലെങ്കിൽ I ഈക്വൽ ടു V ബൈ R. ആ ഇക്വേഷൻ നമുക്ക് മുമ്പ് കിട്ടിയതല്ലേ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ Iക്ക് പകരം ഇപ്പോൾ V ബൈ R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഒരു V ഓൾറെഡി ഇവിടെ ഉണ്ട്, പിന്നെ Iക്ക് പകരം V ബൈ R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു V കൂടി വരും. അപ്പോൾ V സ്ക്വയർ. ഓക്കെ ഇപ്പോൾ അത് ആരാ ചോദിച്ചതെന്ന് അറിയില്ല, അത് കറക്റ്റ് ഇതാണ്. V സ്ക്വയർ ബൈ I അല്ല, V സ്ക്വയർ ബൈ R ആണ് വരിക. സോറി. ഓക്കെ, ഇതിൽ രണ്ടാമത്തെ കേസിൽ അതുപോലെ തന്നെ നമുക്ക് I സ്ക്വയർ R എന്നും വരാം. സോറി, അത് ഈ സെഷനിൽ V സ്ക്വയർ ബൈ I അല്ല, V സ്ക്വയർ ബൈ R ആണ്. നെക്സ്റ്റ് എന്തായിരുന്നു സാറേ? വോൾട്ടേജും പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, വോൾട്ടേജ്. സോ ഈ കേസിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ തന്നെയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പൊട്ടൻഷ്യൽ എന്തായിരുന്നു എന്നാണ് ഞാൻ ഡിഫൈൻ ചെയ്തത്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നമ്മുടെ റെഫറൻസ് പോയിന്റ്, ആ റെഫറൻസ് പോയിന്റ് നോർമലി ഇൻഫിനിറ്റി ആയിരിക്കും. അവിടുന്ന് നമ്മൾ ഏത് പോയിന്റിലേക്കാണോ കൊണ്ടുവരേണ്ടത് ആ പോയിന്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ചെയ്യുന്ന വർക്കിന്റെ എമൗണ്ടിനെയാണ് പൊട്ടൻഷ്യൽ എന്ന് പറയാം. അപ്പോൾ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും വോൾട്ടേജും രണ്ട് പോയിന്റിന് ഇടക്കാണ് നമ്മൾ വോൾട്ടേജ് പറയാം. നമ്മളിപ്പോൾ ഹൈറ്റ് ഡിഫറൻസ് ഈ കേസിൽ പറഞ്ഞത് രണ്ട് പോയിന്റിന് ഇടക്കല്ലേ, ഗ്രൗണ്ട് ലെവലും ഈ ഒരു പോയിന്റ്. പ്രഷർ ഡിഫറൻസ് പറയുന്നത് ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും. അതുപോലെ വോൾട്ടേജ് എന്ന് പറയുന്നത് എപ്പോഴും രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് പറയുന്നത്. സാർ വേറെ ഡൗട്ട് ഉണ്ടായിരുന്നില്ലല്ലോ? സാർ ഒരു ഡൗട്ട് ചോദിക്കുന്നുണ്ട്. ഹൗ കറണ്ട് കൺവേർട്ടഡ് ഇൻടു പൾസ്? കറണ്ട് എങ്ങനെയാണ് പൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ഓക്കെ, അത് ഈ വേവ് ഫോമിനായിരിക്കും അത് ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവുക. അത് നമ്മൾക്കിപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് നമ്മുടെ സർക്യൂട്ടിലുള്ള കോമ്പണന്റിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മളിപ്പോൾ KCBന്റെ കേസിലാണെങ്കിൽ നമുക്ക് KCB തരുന്നത് വോൾട്ടേജ് ആണ്. നമ്മളെ വീട്ടിലുള്ള അപ്ലയൻസ് ആണ് കറണ്ടിന്റെ ഏത് ഷേപ്പിൽ അല്ലെങ്കിൽ കറണ്ടിന്റെ എത്രത്തോളം കറണ്ട് വലിക്കണം എന്നൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പൾസേറ്റിംഗ് വേവ് ഫോം, കറണ്ടിന്റെ വേവ് ഫോം നിങ്ങൾക്ക് ഫോം ചെയ്യണമെങ്കിൽ അതിന് കണക്കായിട്ടുള്ള സർക്യൂട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്താൽ മതി. ഇത് ഇങ്ങനെ ഒരു പൾസേറ്റിംഗ് വേവ് ഫോം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ
റെക്ടിഫൈ ചെയ്ത്, അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ പറയാം. ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ റെക്ടിഫൈ ചെയ്ത് DC കറണ്ട് ആക്കിയാൽ നമുക്ക് ഈ ഒരു വേവ് ഫോം കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ഒരു DCയും കൂടി ആഡ് ചെയ്ത് വിട്ടാൽ മതി. അതിന് കണക്കായിട്ടുള്ള സർക്യൂട്ട് ഡിസൈൻ ചെയ്താൽ മതി എന്നാണ് അതിൻ്റെ. അതായത് DCനെ ഡയറക്റ്റ് കറണ്ട്, അതായത് ഈ റെഡ് കളറിലുള്ളതിനെ പൾസേറ്റിംഗ് കറണ്ട് ആക്കി കൺവേർട്ട് ചെയ്യാൻ ഒരു സർക്യൂട്ടിന് കോമ്പണന്റിനനുസരിച്ച് അത് മാറാം. സാർ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ? ഓക്കെ, സോ ഇതിൽ ഓംസ് ലോയിൽ ഞാനൊരു ഒരു പോർഷൻ വിട്ടുപോയത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ V=IR ആണ്. അതായത് അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു റെസിസ്റ്റൻസ് ഉണ്ട്, ആ റെസിസ്റ്റൻസിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ആ റെസിസ്റ്റൻസിന്റെ 2 പോയിന്റിന് അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് ഫോം ചെയ്യും. അപ്പോൾ ആ വോൾട്ടേജ് എന്ന് പറയുന്നത് I×R ആയിരിക്കും. അതാണ് ഈ ഇക്വേഷന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാവുന്നത് റെസിസ്റ്റേഴ്സ് എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. റെസിസ്റ്റേഴ്സ് മെയിൻലി നമുക്ക് 2 രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. ആ 2 രീതിയിൽ കണക്ട് ചെയ്യുന്നതിന്റെ കോമ്പിനേഷനെയാണ് നമ്മൾ ഏത് സർക്യൂട്ട് ആയാലും, റെസിസ്റ്ററിന്റെ ഏത് സർക്യൂട്ട് ആണെങ്കിലും 2 രീതിയിൽ, അതായത് സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റൂ. അതിന്റെ കോമ്പിനേഷനാണ് ബേസിക്കലി എല്ലാ സർക്യൂട്ടും, റെസിസ്റ്ററിന്റെ എല്ലാ സർക്യൂട്ടും. അപ്പോൾ സീരീസ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചെയിൻ പോലെ, അതായത് ഒരു റെസിസ്റ്ററിന്റെ എൻഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് റെസിസ്റ്ററിന്റെ ബിഗിനിങ് ആയിരിക്കും, അതിന്റെ എൻഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് റെസിസ്റ്ററിന്റെ ബിഗിനിങ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുന്നതിനാണ്, അതൊരു ചെയിൻ പോലെ കണക്ട് ചെയ്യുന്നതിനാണ് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് എന്ന് പറയാം. അപ്പോൾ ഈ കേസിൽ ഇത് നോർമലി ഒരിക്കൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ കേസിൽ സീരീസ് ആയിരുന്നില്ല, പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള സർക്യൂട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ഒരു പ്രാവശ്യം നിങ്ങൾക്ക് സെമിസ്റ്റർ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സീരീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആദ്യം നോക്കാം, അതിനുശേഷം പാരലൽ സർക്യൂട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അപ്പോൾ സീരീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ചെയിൻ പോലെ ഉണ്ടാവുക, ഒന്നിന്റെ എൻഡ് നെക്സ്റ്റ് റെസിസ്റ്ററിന്റെ ബിഗിനിങ് ആയിരിക്കും. സോ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇവിടുന്ന് ഈ ബാറ്ററിയിൽ നിന്ന് കറണ്ട് പോസിറ്റീവ് സൈഡിൽ നിന്ന് നെഗറ്റീവ് സൈഡിലേക്കായിരിക്കും ഡയറക്ഷൻ. അപ്പോൾ ഈ കേസിൽ കറണ്ട് R1ലേക്ക് കൂടി പോകും, R2ലേക്ക് കൂടിയും പോകും, R3ലേക്ക് കൂടിയും പോകും. കറണ്ടിന് വേറെ പോകാനുള്ള ഒരു പാത്തും ഇല്ല. അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ R1ലൂടെ പോകുന്ന കറണ്ട് തന്നെയായിരിക്കും R2 വഴിയും പോവുക, ആ കറണ്ട് തന്നെയായിരിക്കും R3 വഴിയും പോവുക. അപ്പോൾ ബേസിക്കലി എല്ലാ റെസിസ്റ്ററിലൂടെയുള്ള കറണ്ടും സെയിം ആയിരിക്കും. അപ്പോൾ അതിന് നമുക്ക് I1 എന്ന് പറഞ്ഞാൽ R1ലൂടെ പോകുന്ന കറണ്ട് I2, R2ലൂടെ പോകുന്ന കറണ്ട് I3 എന്ന് പറയാം. ഇനി ഒരു റെസിസ്റ്റർ ഉണ്ട്, ആ റെസിസ്റ്ററിലൂടെ കറണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഓംസ് ലോന്റെ കേസിൽ പറഞ്ഞപ്പോൾ ആ റെസിസ്റ്ററിന്റെ 2 എൻഡിനും അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാം. ജനറേറ്റ് ചെയ്യാന്നല്ല, ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവാം. കാരണം റെസിസ്റ്ററിന് വോൾട്ടേജ് ജനറേറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല, വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവാം. അപ്പോൾ ആ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓംസ് ലോന്റെ ഇക്വേഷൻ പ്രകാരമാണെങ്കിൽ I× റെസിസ്റ്റൻസ് R1 ആണ്, I×R1 എന്ന് പറയാം. അതേപോലെ R2ന് അക്രോസ് ആയിട്ടും ഈ 2 പോയിന്റിന്റെ ഇടയിലും ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ആ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് I×R2 ആയിരിക്കും. അതുപോലെ R3ക്ക് അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, I×R3. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഈ സർക്യൂട്ട്, അതായത് ഈ 3 റെസിസ്റ്ററും കമ്പൈൻ ചെയ്തിട്ടുള്ള ഈ സർക്യൂട്ടിന്റെ 2 എൻഡ്, അതായത് R1ന്റെ ബിഗിനിങ്ങും R3യുടെ എൻഡും തമ്മിൽ ഇതിന്റെ ഇടയിലുണ്ടായ വോൾട്ടേജ് ഡ്രോപ്പ് ഒക്കെ ആഡ് ചെയ്തതായിരിക്കും അല്ലേ. അപ്പോൾ അതിന് ഇക്വേഷൻ പ്രകാരം നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമോങ് സീരീസ് റെസിസ്റ്റേഴ്സ്, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓരോ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള, അതായത് R1ന്റെ ബിഗിനിങ്ങും R3യുടെ എൻഡും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ΔV1 എന്ന് പറഞ്ഞാൽ R1ന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്ലസ് R2ന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്ലസ് R3ന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ അതാണ് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്, ഈ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എല്ലാ റെസിസ്റ്ററിലൂടെയും പോകുന്ന കറണ്ട് സെയിം ആയിരിക്കും.
നോക്കിയാൽ എല്ലാ റെസിസ്റ്ററിലൂടെയും ഒരേ കറണ്ട് മാത്രമേ ഫ്ലോ ചെയ്യൂ. അപ്പോൾ കൂടുതൽ വോൾട്ടേജ് ഡ്രോപ്പ് ഒരു റെസിസ്റ്ററിന് അക്രോസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ റെസിസ്റ്ററിന്റെ വാല്യൂം കൂടുതലായിരിക്കണം. അപ്പോൾ നമുക്ക് അതിന് ഇങ്ങനെ പറയാം, ഒരു സീരീസ് സർക്യൂട്ടിൽ ഏത് റെസിസ്റ്ററിനാണോ കൂടുതൽ റെസിസ്റ്റൻസ് വാല്യൂ ഉള്ളത് അതിന് അക്രോസ് ആയിരിക്കും കൂടുതൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുക. ഓക്കെ, സോ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഒന്ന്, കറണ്ട് ഫ്ലോ സെയിം ആയിരിക്കും. വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് വോൾട്ടേജ് ഡ്രോപ്പ് എല്ലാ റെസിസ്റ്ററിലും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. ഈക്വലി ആയിരിക്കില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഏത് റെസിസ്റ്ററിനാണോ കൂടുതൽ ബിഗ്ഗസ്റ്റ് റെസിസ്റ്റൻസ് ഉള്ളത് അതിന് അക്രോസ് കൂടുതൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അതിന്റെ കാരണം എന്താ? എല്ലാ റെസിസ്റ്ററിലൂടെ ഒരേ കറണ്ടാണ് പോകുന്നത്. അപ്പോൾ I × R കൂടണമെങ്കിൽ I ഒന്ന് തന്നെയാണെങ്കിൽ R കൂടിയാൽ മാത്രമല്ലേ വോൾട്ടേജ് ഡ്രോപ്പ് കൂടും. അപ്പോൾ അതാണ് സീരീസ് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആവുമ്പോഴുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇനി ഇതാണ് ഒന്നാമത്തെ കോമ്പിനേഷൻ. റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യാം. പാരലൽ എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്ററിന്റെ ഒക്കെ ബിഗിനിങ് ഒരേ നോഡ് തന്നെയുള്ളത് അല്ലേ? ഈ ഒരു പോയിന്റ് തന്നെയാണ് ഈ റെസിസ്റ്ററിന്റെ ബിഗിനിങ്ങും ഈ റെസിസ്റ്ററിന്റെ ബിഗിനിങ്ങും ഈ റെസിസ്റ്ററിന്റെ ബിഗിനിങ്ങും. അതുപോലെ ഈ ഒരു പോയിന്റ് തന്നെയാണ് എല്ലാ റെസിസ്റ്ററും എൻഡും ചെയ്യുന്നത്. ബിഗിനിങ് എൻഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കൺവെൻഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. റെസിസ്റ്ററിന് ഇങ്ങനെ ബിഗിനിങ് എൻഡ് എന്ന് പറയാനാവില്ല. എന്നാലും ഇവിടെ തന്നെയാണ്, അതായത് റെസിസ്റ്ററിന്റെ 2 പോയിന്റും എല്ലാ റെസിസ്റ്റൻസിന്റെയും ഒരേ നോഡ് തന്നെയാണ്, ഒരേ പോയിന്റ് തന്നെയാണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന് റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തതെന്ന് പറയാം. അപ്പോൾ മൾട്ടിപ്പിൾ റെസിസ്റ്റേഴ്സ് ഫ്രം എ സിംഗിൾ ജംഗ്ഷൻ. ഓക്കെ, സോ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആദ്യം തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് വോൾട്ടേജ് ഡ്രോപ്പിന്റെ കേസാണ്. വോൾട്ടേജ് ഡ്രോപ്പ് എപ്പോഴും നമ്മൾ 2 പോയിന്റിന് ഇടയ്ക്കാണ് പറയാം. അപ്പോൾ R1 അക്രോസ് ഉണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഈ 2 എന്ന് പറഞ്ഞ പോയിന്റും 7 എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റും ഇടയിലാണ് ഉണ്ടാവുക. അതേപോലെ R2 അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് 3 എന്ന് പറഞ്ഞ പോയിന്റും 6 എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിനും അക്രോസ് ആയിരിക്കും. R3ക്ക് 4നും 5നായിരിക്കും. നിങ്ങൾക്ക് ഈ 2നും 3നും ഇടക്കോ 7നും 6നും ഇടക്കോ 6നും 5നും ഇടക്കോ അതിന്റെ ഇടയ്ക്കൊന്നും വേറെ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതിനിടക്കൊന്നും വേറെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവാനും ചാൻസ് ഇല്ലല്ലോ. അപ്പൊ നമ്മൾക്ക് പറയാം ഈ 2, 7, 3, 6, 4, 5 ഈ 3 സെറ്റ് ഓഫ് പോയിന്റ്സിന്റെ ഇടയിലുള്ള വോൾട്ടേജ് ഡ്രോപ്പും സെയിം തന്നെയായിരിക്കും. കാരണം ഇതൊക്കെ ഒരേ പോയിന്റ് തന്നെയാണ്. അത് നമ്മൾ കണ്ടക്ടർ വെച്ച് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചെങ്കിലും ഇതൊക്കെ ഒരേ പോയിന്റിൽ തന്നെയാണ്. ഇതിലൊക്കെ പൊട്ടൻഷ്യൽ ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ R1 അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് തന്നെയായിരിക്കും R2 അക്രോസ് ഉണ്ടാവുക. ആ വോൾട്ടേജ് ഡ്രോപ്പ് തന്നെയായിരിക്കും R3ക്കും അക്രോസും ഉണ്ടാവുക. അപ്പോൾ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എല്ലാ റെസിസ്റ്ററിനും അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് സെയിം ആയിരിക്കും. കറണ്ടിന്റെ കേസ് നോക്കാം. ഈ കറണ്ടിന്റെ കേസിൽ നമ്മൾ ഈ ഇതിൽ കറണ്ട് ജംഗ്ഷനിലേക്ക് വന്നു. ജംഗ്ഷൻ എത്തിയപ്പോൾ 3 വഴികളുണ്ട് കറണ്ടിന് പോകാൻ. അപ്പോൾ കറണ്ട് 3 വഴികളിലായിട്ട് സെപ്പറേറ്റഡ് ആവും. അടുത്ത ജംഗ്ഷനിൽ പിന്നെ ഒറ്റൊരു വഴിയേ ഉള്ളൂ. അടുത്ത ജംഗ്ഷനിൽ വരുമ്പോൾ ആ 3 കറണ്ട് കൂടി കമ്പൈൻ ചെയ്ത് സെയിം ആദ്യം എത്രയായിരുന്നോ കറണ്ട് I അത് തന്നെയായിട്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. I എന്ന് പറയുന്നത് I1 + I2 + I3 ആണ്. ഇങ്ങോട്ട് ജംഗ്ഷനിലേക്ക് വന്നു, അത് തന്നെയാണ് അത്രയും എമൗണ്ട് തന്നെയാണ് 3ആയി തരംതിരിയുന്നത്. അപ്പോൾ I = I1 + I2 + I3 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇക്വേഷൻ വേണമെങ്കിൽ ഫോം ചെയ്യാം. അപ്പോൾ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ ഇത് കറണ്ട് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് റെസിസ്റ്റേഴ്സ് I = I1 + I2 + up to IN. ഇപ്പോൾ n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് പാരലായിട്ട് ഉണ്ടെങ്കിൽ up to IN. നെക്സ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞ കേസാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എല്ലാ ഇപ്പോൾ R1 അക്രോസിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ΔV1 എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും. കാരണം അതൊക്കെ ഒരേ പോയിന്റ് തന്നെയാണ് അതിന്റെ ബിഗിനിങ്ങും എൻഡിങ്ങും കണക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്മോളസ്റ്റ് റെസിസ്റ്റർ ഗെറ്റ്സ് ദ മോസ്റ്റ് കറണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് വന്നതെന്ന് നോക്കാം. നമ്മൾ ഈ ഇലക്ട്രിക്കൽ സർക്യൂട്ട് വിട്ടേക്കും. നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന ഒരു പൈപ്പും അതിലൂടെ പോകുന്ന വാട്ടർ ഫ്ലോയും നോക്കാം. അപ്പോൾ ഇവിടെ 3 പൈപ്പ് ഉണ്ട്. ഈ ജംഗ്ഷനിൽ ഒറ്റ പൈപ്പിലായിരുന്നു വാട്ടർ വന്നത്. അത് 3 പൈപ്പിലൂടെയാണ് ഇവിടുന്ന് ഫ്ലോ ചെയ്യുക. അപ്പോൾ ഇതിൽ ഒരു പൈപ്പിൽ റെസിസ്റ്റൻസ് അതിന്റെ ഡയമീറ്റർ കൂടുതലാണ്, അപ്പോൾ റെസിസ്റ്റൻസ് കുറവായിരിക്കും. വേറൊരു പൈപ്പിന് ഡയമീറ്റർ വളരെ കുറവാണ്, അപ്പോൾ റെസിസ്റ്റൻസ്
കൂടുതലായിരിക്കും. അപ്പോൾ വാട്ടർ ഫ്ലോ നോർമലി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, വാട്ടർ ഫ്ലോ റെസിസ്റ്റൻസ് കുറഞ്ഞ പൈപ്പിലൂടെ ആയിരിക്കും, അതായത് വീതി കൂടിയ പൈപ്പിലൂടെ ആയിരിക്കും കൂടുതൽ വാട്ടർ ഫ്ലോ ചെയ്യുക. ആ സെയിം ലോജിക്ക് തന്നെ ഇവിടെയും യൂസ് ചെയ്യാം. ഏതിനാണോ റെസിസ്റ്റൻസ് കുറവ്, കറണ്ടിന് ഒപ്പോസ് ചെയ്യാനുള്ള കഴിവ് റെസിസ്റ്റൻസ് കുറവുള്ളത്, അതിലൂടെ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യും. അത് തന്നെയാണ് ഇത് പറയുന്നത്, ദ സ്മോളസ്റ്റ് റെസിസ്റ്റർ ഗെറ്റ്സ് ദ മോസ്റ്റ് കറണ്ട്. ഇത് പാരലൽ സർക്യൂട്ടിന് മാത്രമേ ഇത് പറ്റൂ, കാരണം സീരീസിന്റെ കേസിൽ കറണ്ടിന് പോകാൻ വേറെ വഴിയൊന്നുമില്ല, ഒറ്റ വഴിയേ ഉള്ളൂ. അപ്പോൾ പക്ഷേ പാരലൽ സർക്യൂട്ടിന്റെ കേസിൽ സ്മോളസ്റ്റ് റെസിസ്റ്റർ ഗെറ്റ്സ് ദ മോസ്റ്റ് കറണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് കോമ്പിനേഷൻ പഠിച്ചു, ഒന്ന് സീരീസ് ആയിട്ടുള്ള കോമ്പിനേഷൻ, രണ്ട് പാരലായിട്ട് കോമ്പിനേഷൻ. നമ്മൾ ഇങ്ങനെ സീരീസ് ആയിട്ടും പാരലായിട്ടും നമ്മളൊരു സർക്യൂട്ട് ഡിസൈൻ ചെയ്താൽ അതിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് കാണാൻ പറ്റും. അപ്പോൾ ഇക്വലന്റ് റെസിസ്റ്റൻസ് അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് ഇക്വലന്റ് സീരീസ് റെസിസ്റ്റൻസ്. അപ്പോൾ സർക്യൂട്ട് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തത്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ഇതിൽ നമ്മൾ ആദ്യത്തെ സർക്യൂട്ടിൽ രണ്ട് റെസിസ്റ്റേഴ്സ് R1ഉം R2ഉം സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ R1ഉം R2ൻ്റെയും അതേ എഫക്റ്റ് തന്നെ ഈ RS എന്ന് പറഞ്ഞിരിക്കുന്ന ഈ സർക്യൂട്ട്, ഈ ഒരു റെസിസ്റ്റൻസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ ഈ R1 ആൻഡ് R2ൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയാം. അതായത് ഈ പമ്പിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഈ പമ്പ് ഈ ഒരു പൈപ്പിലൂടെ പോകുമ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്ത് വാട്ടറിന് റെസിസ്റ്റൻസ് അനുഭവപ്പെടുന്നുണ്ട്. ആ രണ്ട് ഈ ഒരു കംപ്ലീറ്റ് സെറ്റപ്പിനെ മാറ്റി ഒറ്റ ഒരു റെസിസ്റ്റൻസ് മാത്രം നിങ്ങൾക്ക് ഇവിടെ കൊടുത്താലും ഇതേ എഫക്റ്റ് തന്നെ, പമ്പിനും ഇതേ എഫക്റ്റ് തന്നെയാണ്. വാട്ടർ ഫ്ലോയും അതേ വാട്ടർ ഫ്ലോ തന്നെയാണെങ്കിൽ അതിനെ ഇക്വലന്റ് ആണെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഈ R1 ആൻഡ് R2നെ രണ്ടെണ്ണത്തിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിന് പകരം നമ്മൾക്ക് വേണമെങ്കിൽ ഒറ്റ റെസിസ്റ്റൻസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ആ ഒറ്റ റെസിസ്റ്റൻസിനെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, സോ അതിൻ്റെ ഇക്വേഷൻ RS എന്ന് പറയുന്നത് R1 പ്ലസ് R2 ആയിരിക്കും. R1 പ്ലസ് R2 ആയിരിക്കും. ഇനിയിപ്പോൾ 3 റെസിസ്റ്റൻസ് ആണ് സീരീസ് ആയിട്ടുള്ളതെങ്കിൽ R1 പ്ലസ് R2 പ്ലസ് R3 ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് ഇക്വലന്റ് പാരലൽ റെസിസ്റ്റൻസ് നോക്കാം. അപ്പോൾ പാരലൽ സർക്യൂട്ട് ആണെങ്കിൽ അതിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എങ്ങനെ വരും നോക്കാം. ഈ കേസിൽ R1ഉം R2ഉം പാരലി കണക്റ്റഡ് ആണ്. അങ്ങനെ പാരലി കണക്റ്റഡ് ആണെങ്കിൽ അതിനെ ആ ഒരു സർക്യൂട്ട് ആ പാരലൽ കണക്ഷനെ മാറ്റി ഒറ്റ റെസിസ്റ്റൻസ് വെച്ച് റെപ്രസെന്റ് ചെയ്യാണ്. അങ്ങനെ അതിനെ RP എന്ന് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ RPൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/RP ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 ആയിരിക്കും. ഇനി ഇൻ കേസ് 3 റെസിസ്റ്റൻസ് ആണ് പാരലായിട്ട് കണക്ട് ചെയ്തെങ്കിൽ R1ഉം R2ഉം R3യും ഉണ്ടെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറും? 1/RP ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 എന്ന് പറയാം. ഓക്കെ, നമ്മൾക്ക് ലാസ്റ്റ് ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. ഇവിടെ ഇത് നിങ്ങൾക്ക് 7 മാർക്കിന് ചോദിച്ചൊരു പ്രോബ്ലം ആയിരുന്നു. ഫൈൻഡ് ദ ടോട്ടൽ കറണ്ട് ഇൻ ദ സർക്യൂട്ട്, ഓൾസോ ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 8 ohm ആൻഡ് 6 ohm റെസിസ്റ്റേഴ്സ്. 8 ohm ഈ CD എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിന് ഇടയിലുള്ള റെസിസ്റ്ററിലൂടെ എത്ര കറണ്ട് പോകുന്നു, EF എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പോയിന്റിന് ഇടയിലൂടെ എത്ര കറണ്ട് പോകുന്നു. അതുകൂടാതെ ഒന്നും കൂടി കണ്ടുപിടിക്കണം, മൊത്തം സർക്യൂട്ടിൽ എത്ര കറണ്ടാണ് ഫ്ലോ ചെയ്യുക. അതായത് A എന്ന് പറഞ്ഞിരിക്കുന്ന ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എത്ര കറണ്ടാണ് പോവുക, അതിൽ എത്ര പോർഷനാണ് CD എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ബ്രാഞ്ചിലൂടെ പോവുക, അതിൻ്റെ ബാക്കി എത്ര പോർഷനാണ് EF എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ബ്രാഞ്ചിലൂടെ പോവുക. ഇതാണ് ക്വസ്റ്റ്യൻ. 7 മാർക്കാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ സർക്യൂട്ട് ഒന്ന് വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, ഇഫ് ദ സർക്യൂട്ട് ഈസ് സപ്ലൈഡ് വിത്ത് 21 വോൾട്ട് DC സപ്ലൈ. സർക്യൂട്ട് അതിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് 21 വോൾട്ടാണ്, DC-യുമാണ്, ഡയറക്റ്റ് കറണ്ടുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ബാറ്ററി വെച്ച് അതിനെ റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ 21 വോൾട്ട് ബാറ്ററി വെച്ചു. ബാക്കി സർക്യൂട്ട് ക്വസ്റ്റ്യനിൽ തന്ന പോലെ തന്നെ. അപ്പോൾ നമുക്ക് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് ഈ സർക്യൂട്ടിലൂടെയുള്ള ടോട്ടൽ കറണ്ടാണ്. അതായത് ഈ AB ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന കറണ്ട്. അപ്പോൾ നമുക്ക് കറണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ആകെ ഒരു ഇക്വേഷൻ മാത്രമേ നമുക്കറിയൂ. അതെന്ന് പറയുന്നത്
ഓംസ് ലോ ആണ്. ഓംസ് ലോ എന്ന് പറയുന്നത് വി പ്രൊപ്പോർഷണൽ ടു ഐ അല്ലെങ്കിൽ വി ഈക്വൽ ടു ഐ ആർ. അപ്പോൾ അത് വെച്ചിട്ട് ഐ ഈക്വൽ ടു വി ബൈ ആർ. അപ്പോൾ വോൾട്ടേജ് നമുക്ക് ഓൾറെഡി അറിയാം 21 വോൾട്ട്. ആറാണ് പ്രശ്നം. ആറ് എന്ന് പറഞ്ഞിരിക്കുന്നത് റെസിസ്റ്റൻസിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിൽ സീരീസ് റെസിസ്റ്റൻസ് ഉണ്ട്, പാരലായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഈ റെസിസ്റ്ററിൻ്റെ ഈ നെറ്റ്വർക്കിനെ നമ്മൾ ഒറ്റ റെസിസ്റ്റൻസ് വെച്ച് ഒറ്റ ഒരു റെസിസ്റ്റർ വെച്ചിട്ട് അതിനെ റെപ്രസെൻ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ആ റെസിസ്റ്റർ V21 ഡിവൈഡഡ് ബൈ നമുക്ക് കിട്ടിയ ആ ഇക്വലന്റ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് വെച്ചാൽ ആ വാല്യൂ വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മൊത്തത്തിൽ എത്ര കറണ്ട് പോകുന്നു എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം രണ്ടാമത്തെ സ്റ്റെപ്പിൽ വോൾട്ടേജ് സോഴ്സ് വരച്ചു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഇതിലേറ്റവും ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ 2 ഓം റെസിസ്റ്ററും 4 ഓം റെസിസ്റ്ററും സീരീസ് ആണ് അല്ലേ. അതായത് 2 ഓമിൻ്റെ എൻഡാണ് 4 ഓമിൽ കൊടുത്തിട്ടുള്ളത്, സീരീസ് ആണ്. അപ്പോൾ ഇതിലൂടെ പോകുന്ന 2 ഓമിലൂടെ പോകുന്ന കറണ്ടിന് 4 ഓമിലൂടെയും പോയേ പറ്റൂ. അപ്പോൾ അതും പറയാം സീരീസ് സർക്യൂട്ടാണ്. അപ്പോൾ അതാദ്യം നമ്മൾ 2 ഓം 4 ഓം അതിനെ സീരീസ് സർക്യൂട്ടിനെ കമ്പൈൻ ചെയ്തിട്ട് R1 പ്ലസ് R2 2 പ്ലസ് 4 വെച്ച് 6 ഓം ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ ആ സർക്യൂട്ട് ഒന്നും കൂടി ഒന്ന് ഒബ്സർവ് ചെയ്താൽ ഇ എഫ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ 2 പോയിന്റിനിടക്കുള്ള 6 ഓം റെസിസ്റ്ററും അതിൻ്റെ റൈറ്റ് സൈഡിലും ഒരു 6 ഓം റെസിസ്റ്റർ ഉണ്ട്. അത് രണ്ടും പാരലൽ ആണെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതും പാരലൽ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 2 റെസിസ്റ്റൻസിനെയും ഒറ്റൊരു ഈക്വലന്റ് റെസിസ്റ്റൻസ് ആക്കിയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? 1/Rp ഈക്വൽ ടു 1/R1. R1 എന്ന് പറയുന്നത് 6 ഓം പ്ലസ് 1/R2. R2 എന്ന് പറയുന്നത് അഗൈൻ 6 ഓം തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ Rp ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതായത് ആ 2 റെസിസ്റ്റൻസിൻ്റെയും 6 ഓം റെസിസ്റ്റേഴ്സ് പാരലായിട്ട് വെച്ചതിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ഓം ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ 2 6 ഓം റെസിസ്റ്ററിനെയും മാറ്റി 3 ഓം ഒറ്റ റെസിസ്റ്റൻസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുന്ന സമയത്ത് 1 2 3 4 5 6 റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. നമ്മൾ അതിനെ ഓരോന്നായിട്ട് കട്ട് ഡൗൺ ചെയ്ത് ഇക്വലന്റ് റെസിസ്റ്റൻസ് ആക്കി കൊണ്ടുവരാണ്. ഇപ്പോൾ നമുക്ക് 1 2 3 4 റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. ഇനിയും നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താൽ ഈ 5 ഓം റെസിസ്റ്റൻസും 3 ഓം റെസിസ്റ്റൻസും എന്താ സീരീസ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ അതിനെ രണ്ടിനെയും ആഡ് ചെയ്തിട്ട് നമുക്ക് 8 ഓം എന്ന് പറയാം. 5 ഓമിനെയും 3 ഓമിനെയും ആഡ് ചെയ്ത് 8 ഓം. അപ്പോൾ അഗെയിൻ ഒരു റെസിസ്റ്റൻസും കൂടി കുറഞ്ഞു. ഇവിടെ ഒന്നുകൂടി ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. സി ഡിയിലുള്ള 8 ഓമും റൈറ്റ് സൈഡിലുള്ള 8 ഓമും പാരലാണ്. എന്തുകൊണ്ടാണ് പാരലായത്? ഈ 2 റെസിസ്റ്ററിൻ്റെയും ഒരേ എൻഡിൽ തന്നെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ഒരു ഇക്വലന്റ് റെസിസ്റ്റൻസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇങ്ങനെ ഏത് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം? 1/Rp ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2. അപ്പോൾ അത് 4 ഓം ആയിട്ട് 8/2 4 ഓം ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇനി ഇതിൽ നിങ്ങൾ നോട്ടീസ് ചെയ്താൽ മനസ്സിലാവും, നമ്മൾ ഇതിന് ആദ്യത്തെ കേസിൽ 2 6 ഓം റെസിസ്റ്റേഴ്സ് പാരലായിരുന്നപ്പോൾ ഇക്വലന്റ് റെസിസ്റ്റൻസ് 3 ഓം കിട്ടി. 2 8 ഓം റെസിസ്റ്റൻസ് പാരലായിരുന്നപ്പോൾ ഇക്വലന്റ് റെസിസ്റ്റൻസ് 4 ഓം കിട്ടി. അപ്പോൾ നമുക്ക് ഒരേ റെസിസ്റ്റൻസ് തന്നെയാണ് പാരലായിട്ട് ഉള്ളതെങ്കിൽ R/N ചെയ്താൽ മതി. അതായത് 2 8 ഓം റെസിസ്റ്റർ 2 8 ഓം റെസിസ്റ്റർ ആണെങ്കിൽ പാരലായിട്ടാണെങ്കിൽ അതിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 8/2 ആയിരിക്കും. ഇനി 3 8 ഓം റെസിസ്റ്റൻസ് ആണ് പാരലായിട്ടുള്ളതെങ്കിൽ 8 ഓം ഉണ്ട് 8 ഓം 3 8 ഓം റെസിസ്റ്റൻസ് പാരലായിട്ടാണെങ്കിൽ അതിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് 8/3 എന്നും നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. അല്ലെങ്കിൽ ഇക്വേഷൻ 1/Rp ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 എന്ന് പറഞ്ഞിട്ടും സോൾവ് ചെയ്യും. അപ്പോൾ നമ്മൾ സർക്യൂട്ട് കുറച്ചുകൂടി സിമ്പിളായി. 3 ഓം റെസിസ്റ്ററും പകരം ഒരു 4 ഓം റെസിസ്റ്ററും. ഓക്കെ, ഇവിടെ ഈ 3 ഓമും 4 ഓമും സീരീസ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് പിന്നെയും ഷോർട്ടാക്കി 4 + 3 7 ഓം റെസിസ്റ്റൻസ് ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 6 റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഈ 6 റെസിസ്റ്റൻസിനെയും നമ്മൾ സോൾവ് ചെയ്ത് ഒറ്റൊരു ഇക്വലന്റ് റെസിസ്റ്റൻസ് ആയിട്ട് ഒറ്റൊരു റെസിസ്റ്റൻസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും 7 ഓം. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ 2 സർക്യൂട്ട് ഉണ്ടാക്കി. ആദ്യത്തെ സർക്യൂട്ടിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യനിൽ കണ്ട പോലെ ആ റെസിസ്റ്ററൊക്കെ വാങ്ങി അതുപോലെ കണക്ട് ചെയ്ത് വെച്ചാലും നിങ്ങൾ ഒറ്റ ഒരു 7 ഓമിൻ്റെ റെസിസ്റ്റൻസ് വെച്ച്
കണക്ട് ചെയ്താലും ആ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന എഫക്റ്റ്, ആ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന കറണ്ട് സെയിം തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഓംസ് ലോ ഡയറക്റ്റ് ഉപയോഗിക്കാമല്ലോ. വോൾട്ടേജ് എത്രയാണെന്ന് അറിയാം, 21 വോൾട്ട്. റെസിസ്റ്റൻസ് എത്രയാണെന്ന് അറിയാം, 7 ഓം. അങ്ങനെയാണെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് V/R 21/7 3 ആംപിയർ. അപ്പോൾ ടോട്ടൽ സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ട് 3 ആംപിയർ ആയിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഒന്നാമത്തെ പാർട്ട് നമ്മൾ സോൾവ് ചെയ്തു. ഓക്കെ, ടോട്ടൽ കറണ്ട് 3 ആംപിയർ. ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ ചോദിക്കുന്നത് 8 ഓം റെസിസ്റ്ററിലൂടെ, അതായത് CD, ഈ ഒരു റെസിസ്റ്ററിലൂടെ എത്ര കറണ്ട് പോകുന്നു എന്നായിരുന്നു. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ നമുക്ക് ഒരു എളുപ്പ വഴിയുണ്ട്, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള വഴിയുണ്ട്. നമുക്ക് ആദ്യം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വഴിയിലൂടെ പോകാം, എന്നിട്ട് എളുപ്പ വഴി പറഞ്ഞുതരാം. ഒന്നാമത്തെ വഴി എന്ന് പറഞ്ഞാൽ ക്രിച്ചോസ് വോൾട്ടേജ് ലോ എന്ന് പറഞ്ഞൊരു ലോ ഉണ്ട്. ആ ലോ ഇത്രേ പറയുന്നുള്ളൂ. അതായത് ഒരു സർക്യൂട്ട്, ഒരു ലൂപ്പ്, ഇവിടെ ഈ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്തു, ഇതൊരു സർക്യൂട്ടാണ്. ഈ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്താൽ ഇതിലൂടെ ഉണ്ടാവുന്ന എല്ലാ വോൾട്ടേജും കൂടി കൂട്ടിയ 0 ആയിരിക്കും. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ ലാസ്റ്റ് പറയാം. ഇവിടെ എല്ലാ കണ്ടീഷനിലും ഇത് 0 ആയിരിക്കില്ല. ഓക്കെ, പക്ഷെ നോർമലി നമ്മൾ 0 ആയിട്ട് എടുക്കും. ഫോർ എ ക്ലോസ്ഡ് ലൂപ്പ് സീരീസ് പാത്ത് ദ ആൾജിബ്രൈക് സം ഓഫ് ഓൾ വോൾട്ടേജസ് അറൌണ്ട് എനി ക്ലോസ് ലൂപ്പ് ഇൻ എ സർക്യൂട്ട് ഈസ് ഈക്വൽ ടു 0. ഈ ഒരു ലോ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതായത് 8 ഓം റെസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു ലൂപ്പ് നമ്മൾ ഇവിടെയും ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെയും ക്രിയേറ്റ് ചെയ്തു. ഈ കേസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവും 21 വോൾട്ട്. അതിൻ്റെ പോസിറ്റീവ് ഇവിടെയാണ്, നെഗറ്റീവ് ഇവിടെയാണ്. പിന്നെ 3 ഓം റെസിസ്റ്ററിന് അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും V1. CD, അതായത് 8 ഓം റെസിസ്റ്ററിന് അക്രോസും ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും V2. നമുക്ക് ഇതൊക്കെ കൂടി കൂട്ടാം. ഇവിടെ നമ്മൾ V1 നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഈ ലൂപ്പ് V1 നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പോസിറ്റീവ് ടു നെഗറ്റീവ് ആ ഒരു ഡയറക്ഷൻ, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പോസിറ്റീവ് ആണ്, റൈറ്റ് സൈഡിൽ നെഗറ്റീവ് ആണ്. അങ്ങനെ ആവുന്ന കേസിൽ നമ്മളത് പോസിറ്റീവായിട്ട് എടുത്തു, V1 എന്ന് എടുത്തു. അതിനുശേഷം V2, അതും പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ്. കറണ്ടിൻ്റെ ഫ്ലോ നോക്കിയേ, കറണ്ട് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് പോസിറ്റീവായിട്ട് നമ്മൾ എടുത്തു. ഇത് വേണമെങ്കിൽ നെഗറ്റീവായിട്ട് എടുക്കാം, അത് കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ പോസിറ്റീവായിട്ട് എടുത്തു. അപ്പോൾ V1 പ്ലസ് ഈ വോൾട്ടേജ് ഡ്രോപ്പ് V2. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ഇവിടെയൊക്കെ കറണ്ട് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കായിരുന്നു. ഇവിടെ നോക്കുന്ന സമയത്ത് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. ഈ ലൂപ്പിൻ്റെ ഡയറക്ഷൻ നോക്കുമ്പോൾ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ഈ V1ഉം V2ഉം പോസിറ്റീവായിട്ടാണ് എടുത്തെങ്കിൽ 21 നെഗറ്റീവായിട്ട് എടുക്കണം. ഇനി ഇൻ കേസ് V1ഉം V2ഉം നിങ്ങൾ നെഗറ്റീവായിട്ടാണ് എടുത്തെങ്കിൽ 21 എന്നുള്ളത് പോസിറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ V1 പ്ലസ് V2 മൈനസ് 21 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് V1 എന്ന് പറയുന്നത് ഇതിലൂടെ പോകുന്ന കറണ്ട് 3 ആംപിയർ ആണെന്ന് നമുക്കറിയാം. അതിൻ്റെ റെസിസ്റ്റൻസ് 3 ഓം ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ V1 എന്ന് പറയുന്നത് 9 വോൾട്ട് ആയിരിക്കും. V2 എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 21 മൈനസ് 9 12 വോൾട്ട് കിട്ടും. അതിൽ നിന്ന് V2 അഗെയിൻ ഓംസ് ലോ ഉപയോഗിച്ചാൽ V2 ഈക്വൽ ടു I1 എന്ന് പറയുന്നത് 8 ഓം റെസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ട് ഇൻറ്റു R. അത് സോൾവ് ചെയ്താൽ നമുക്ക് 1.5 ആംപിയർ കിട്ടും. ഇതാണ് കോംപ്ലക്സ് ആയിട്ടുള്ള വഴി. ഇനി എളുപ്പ വഴി നോക്കാം. ഇവിടുന്ന് 3 ആംപിയർ കറണ്ടാണ് പോവാന്ന് നിങ്ങൾക്കറിയാം അല്ലേ. ഇവിടെ നിന്നെത്തി ഇവിടെയും ഇവിടെ വരെ C എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ജംഗ്ഷന് തൊട്ട് ലെഫ്റ്റ് സൈഡ് വരെ 3 ആംപിയർ കറണ്ട് തന്നെയാണ് പോവുക. പിന്നെ കറണ്ടിന് 2 വഴികളുണ്ട്. ഒന്നിക്ക് CD വഴി പോവാം, അല്ലെങ്കിൽ അതിനപ്പുറമുള്ള റൈറ്റ് സൈഡിലുള്ള വഴിയിലൂടെയും പോവാം. കറണ്ടിനെ സംബന്ധിച്ചിടത്തോളം CD വഴി പോയാലും അതിനപ്പുറമുള്ള റൈറ്റ് സൈഡ് വഴി പോയാലും ഒരേ റെസിസ്റ്റൻസ് തന്നെയാണ്, 8 ഓം തന്നെയാണ്. അപ്പോൾ കറണ്ട് എന്ത് ചെയ്യും, ഒരേ റെസിസ്റ്റൻസ് തന്നെയാകുമ്പോൾ കറണ്ട് ഈക്വലി സ്പ്ലിറ്റ് ചെയ്യും. 1.5 ആംപിയർ ആയിട്ട് ഈക്വലി സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ 3 ആംപിയർ അതിൽ 1.5 ആംപിയർ ഈ 8 ഓം റെസിസ്റ്ററിലൂടെ പോകും. ബാക്കി 1.5 ആംപിയർ രണ്ടാമത്തെ 8 ഓം റെസിസ്റ്ററിലൂടെയും പോകും. അപ്പോൾ അങ്ങനെ നമുക്കിത് ഈസി ആയിട്ട് വേണമെങ്കിൽ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ KVL ക്രിച്ചോസ് വോൾട്ടേജ് ലോ വെച്ചിട്ടും സോൾവ് ചെയ്യാം. ഞാൻ ഈ KVLനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ഇത് നിങ്ങളെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ ഒരു പാർട്ടും കൂടി ഉണ്ട്. 6 ഓം റെസിസ്റ്ററിലൂടെ എത്ര കറണ്ട് പോകുന്നു, അതായത് ഈ റെസിസ്റ്ററിലൂടെ
എത്ര കറണ്ട് പാസ് ചെയ്യുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നൊന്ന് ശ്രമിച്ചു നോക്കുക. സോ താങ്ക് യു. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. സാർ ഇപ്പൊ ഒരു ഡൗട്ട് ഉണ്ട് ചോദിക്കുന്നത്. ഈ സീരീസ് കണക്ഷനിൽ വോൾട്ടേജ് ഡ്രോപ്പ് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ I1 = I2 = I3 ആണെങ്കിൽ കറണ്ട്, അപ്പം ആ കറണ്ട് റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നുണ്ടോന്നാണ് ചോദിക്കുന്നത്. പിന്നെ അതുപോലെ പാരലൽ കണക്ഷനിൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ് ഈക്വൽ ആവുമെന്ന് ചോദിക്കുന്നുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ പാരലൽ കണക്ഷനിൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഡിഫറെന്റ് ആയി കഴിഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ് ഈക്വൽ ആവും. ഓക്കെ. അപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ഈ കേസിൽ ഞാൻ പറഞ്ഞു I1 = I2 = I3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസിന്റെ എന്ത് എഫക്റ്റ് ആണ് വരുന്നതെന്നാണ്. അതായത് R1 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസിലൂടെയും സപ്പോസ് R1 എന്ന് പറയുന്നത് ഒരു 10 Ω ആണ്, R2 എന്ന് പറയുന്നത് 20 Ω ആണ്. പക്ഷെ അതിലെ രണ്ടിലൂടെയും പോകുന്ന കറണ്ട് ഒന്ന് തന്നെയാണ്. അപ്പോൾ 20 Ω റെസിസ്റ്റർ ആയതുകൊണ്ട് കറണ്ടിന് ഒപ്പോസിഷൻ വരുന്നില്ലല്ലോ എന്നായിരിക്കും ഡൗട്ട് ഉണ്ടാവുക. അതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ മൊത്തം സർക്യൂട്ടിൽ നിന്ന് വരുന്ന കറണ്ട് ഈ എല്ലാ റെസിസ്റ്ററിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു പമ്പിന്റെ കേസ് എടുക്കും. ഈ പമ്പിന്റെ കേസിൽ ഇവിടുന്ന് വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള ഡയമീറ്റർ വളരെ കുറവാണ്. ഡയമീറ്റർ 1 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കും. രണ്ടാമത്തെ ഇവിടെയുള്ള ഡയമീറ്റർ ഒരു 5 സെന്റിമീറ്റർ ആണ്. അതായത് ആദ്യത്തെ റെസിസ്റ്റൻസ്, വാട്ടർ ഫ്ലോയിൽ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ആയിരിക്കില്ല രണ്ടാമത്തെ എന്താണ് ആ ഡയമീറ്റർ കുറഞ്ഞപ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ഇതിലൂടെ പോകുന്ന വാട്ടർ തന്നെയല്ലേ രണ്ടാമത്തെ റെസിസ്റ്റൻസിലൂടെയും പോവാ. അപ്പൊ എവിടെയാണ് എഫക്റ്റ് വന്നത്? ഈ രണ്ട് റെസിസ്റ്റൻസും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് മൊത്തം വാട്ടർ ഫ്ലോയിൽ ഉണ്ടാവുക. അല്ലാതെ വാട്ടർ ഇവിടെ വന്ന് നിന്ന് കുറച്ച് സമയം കഴിഞ്ഞ് ഇങ്ങോട്ട് പോവാന്നല്ല വിചാരിക്കുക. ഇവിടെ വന്ന് ഈ കംപ്ലീറ്റ് ഈ വാട്ടർ തന്നെയാണ് ഇങ്ങോട്ട് പോവുക. പക്ഷെ മൊത്തം വാട്ടറിൽ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ രണ്ടിന്റെയും സം ആയിരിക്കും. ഞാൻ വേറൊരു കേസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് 10 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ഓമും 3 ഓമും ആണെന്ന് വിചാരിക്കും. 2 ഓമും 3 ഓമും. ആ കേസിൽ കറണ്ട് എത്രയാ പോവുക? വോൾട്ടേജ് 10 ഓം, R1 2 ഓം, R2 3 ഓം. അപ്പോൾ R1 + R2 2 + 3 5 10 വോൾട്ട്. അപ്പോൾ 10/5 2 ആംപിയർ. 2 ആംപിയർ കറണ്ട് ആയിരിക്കും പാസ് ചെയ്യാം. ഓക്കെ. നമ്മൾ ഇതിൽ റെസിസ്റ്റൻസ് ഇപ്പോൾ 2 ഓം 3 ഓമിന് പകരം നമ്മളൊരു 8 ഓം യൂസ് ചെയ്തു എന്ന് വിചാരിക്കും. 8 ഓം യൂസ് ചെയ്തു. 8 ഓം യൂസ് ചെയ്യുമ്പോൾ 8 + 2 10, 10/10 1 ആംപിയർ. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുമ്പോൾ, റെസിസ്റ്റൻസ് പറഞ്ഞാൽ എന്തായിരുന്നു? കറണ്ടിന്റെ ഒപ്പോസ് ചെയ്യുന്നത്. ഇപ്പോൾ റെസിസ്റ്റൻസ് കൂടിയപ്പോൾ കറണ്ട് കുറഞ്ഞില്ലേ എന്ന് വിചാരിച്ചിട്ട് കറണ്ട് ഇതുവഴി പോകുന്ന കറണ്ട് ഇത് അപ്പുറം കുറച്ച് റെസിസ്റ്റൻസ് കൂടുതലാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിന്റെ ഇടയിൽ പോയിട്ട് അവിടെ നിൽക്കാനാവില്ല. കറണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇതിനാകെ ഒരു ഡയറക്ഷനിലേ ഉള്ളൂ. R1 പോകുന്ന തന്നെ R2 പോയേ പറ്റൂ. മൊത്തം സർക്യൂട്ട് ഉണ്ടാക്കുന്ന കറണ്ടിനെയാണ് ഈ ഓരോ റെസിസ്റ്റൻസിന്റെ വാല്യൂ എഫക്റ്റ് ചെയ്യുന്നത്. അതായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റെസിസ്റ്റൻസിന്റെ വാല്യൂ. ഈ കേസിൽ പാരലൽ സർക്യൂട്ടിൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഈക്വൽ ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ആയിരിക്കില്ലേ എന്നല്ലേ സാറേ ചോദിച്ചേ? ഹലോ, റെസിസ്റ്റൻസിന്റെ വാല്യൂ ഡിഫറെന്റ് ആണെങ്കിൽ ഡിഫറെന്റ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് സെയിം ആയിരിക്കുമെന്നല്ലേ? സെയിം ആയിരിക്കുമോ? സെയിം ആയിരിക്കും. ഓക്കെ, അത് സെയിം ആയിരിക്കും. അതിന്റെ കാരണം എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് വാല്യൂ കുറവാണെങ്കിൽ ഇവിടെ വോൾട്ടേജ് അല്ല മാറുക, കറണ്ട് ആണ് മാറുക. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും റെസിസ്റ്റൻസ് വാല്യൂ സെയിം ആണെങ്കിൽ, ഡിഫറെന്റ് ആണെങ്കിൽ അതുവഴി പോകുന്ന കറണ്ടിന്റെ വാല്യൂ ആണ് മാറുക. അപ്പോൾ അതെങ്ങനെ മാറുമെന്ന് വെച്ചാൽ, സപ്പോസ് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇതിൽ തന്നെ ഇതിപ്പോൾ 10 വോൾട്ട് ആണെങ്കിൽ
R1 എന്ന് പറയുന്നത് 2 ഓമും R2 എന്ന് പറയുന്നത് 5 ഓം ആണെന്ന് വിചാരിക്കും. 10 വോൾട്ട് എന്ന് പറഞ്ഞാൽ 10 വോൾട്ട്, R1 2 ഓം, R2 5 ഓം. അങ്ങനെയാണെങ്കിൽ R1 അതായത് ഈ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് തന്നെയായിരിക്കും R2ന് ഇടയിൽ ഉണ്ടാവുക. അത് എത്രയാണ്? ഇപ്പോൾ 10 വോൾട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ R1ന് അക്രോസും 10 വോൾട്ട് തന്നെയാണ്, R2ന് അക്രോസും 10 വോൾട്ട് തന്നെയാണ്. അപ്പോൾ ഈ R1ലേക്ക് കൂടി പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് R1 റെസിസ്റ്റൻസ് 2 ഓം ആണെങ്കിൽ 10 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. 5 ആംപിയർ R1ലൂടെ കടന്നു പോകും. പക്ഷെ R2ലൂടെയോ? R2ലൂടെ ഇപ്പോൾ R1 2 ഓമും R2 5 ഓമും ആണെങ്കിൽ 2 ആംപിയർ മാത്രമേ R2ലൂടെ കടന്നു പോകും. അപ്പോൾ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ഈ കറണ്ടും റെസിസ്റ്റൻസും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ട് കേസിലും 10 തന്നെയാണ് കിട്ടുക. അപ്പോൾ റെസിസ്റ്റൻസ് മാറുമ്പോൾ പാരലൽ സർക്യൂട്ട് ആണെങ്കിൽ അവിടെ കറണ്ട് ആണ് മാറുന്നത്, വോൾട്ടേജ് മാറില്ല. ഓക്കെ ഷിതിൻ സാർ, നമുക്ക് സമയം 11 മണി കഴിഞ്ഞു. അപ്പോൾ അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ മെയിൽ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഇവിടെ മെയിൽ ID ഉണ്ട്, ഇത് നോട്ട് ചെയ്യാം. Shithin.P.V എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അയച്ചാൽ മെയിലിലൂടെ തന്നെ റിപ്ലൈ തരാം. ഓക്കെ. ഈ മെയിൽ ID സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ മെയിൽ IDയിൽ നിങ്ങൾക്ക് സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. നമ്മുടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിലെ ആദ്യത്തെ സെഷനായിരുന്നു ഇന്നത്തേത്. പൊതുവെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നമുക്ക് കുറച്ച് പ്രയാസമായി അനുഭവപ്പെടാവുന്ന ഒരു സബ്ജക്റ്റാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് സാർ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ സെഷൻ കൈകാര്യം ചെയ്ത ശ്രീ Shithin.P.V, അദ്ദേഹം കണ്ണൂർ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലെ ലെക്ചററാണ്, HOD ഇൻചാർജാണ്. അദ്ദേഹത്തിന് സിറ്ററിൻ്റെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തത് മീനങ്ങാടി ഗവൺമെൻറ് ശ്രീ അഖിൽ അഹമ്മദ് സാറാണ്. കൂടാതെ പാനലിൽ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് മഞ്ചേരിയിലെ ലെക്ചററായിട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ലെക്ചറായിട്ടുള്ള ശ്രീ ഷജുൽ ദിനേശ് ആണ് ഉണ്ടായിരുന്നത്. ഇവർക്കും നന്ദി പറയുന്നു. അതുപോലെ സിറ്ററിൻ്റെ ഭാഗത്തു നിന്നുള്ള ടിജോ സാറാണ് ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ സെഷൻ എല്ലാവർക്കും നന്ദി പറയുന്നു. ഇന്ന് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും നന്ദി. ഇതിൻ്റെ ഈ പ്രോഗ്രാം ഇന്നത്തെ ഈ സിറ്ററിൻ്റെ സൈറ്റിൽ 2 ദിവസത്തിനകത്ത് അവൈലബിൾ ആവും. നിങ്ങൾക്ക് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് മഞ്ചേരിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോ കാണാം. 2 ദിവസത്തിനകം ഇതിൻ്റെ ലിങ്ക് സിറ്ററിൻ്റെ സൈറ്റിൽ അപ്ഡേറ്റ് ആവും. അത് നിങ്ങൾ വീണ്ടും ആ വീഡിയോ കാണുക. അടുത്ത ആഴ്ചകളിൽ ഇതിൻ്റെ 2ാമത്തെ സെഷൻ ഉണ്ടാവും. അപ്പോൾ അതിനു മുമ്പായിട്ട് ആ വീഡിയോ ആവർത്തിച്ച് കാണുക, സംശയങ്ങൾ ദൂരീകരിക്കുക. നിങ്ങളുടെ കോളേജിലെ നേരത്തെ പറഞ്ഞ പോലെ Shithin സാറുമായിട്ട് നിങ്ങളുടെ സാറിൻ്റെ മെയിൽ വഴി കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദ സെഷൻ Shithin സാർ. താങ്ക് യു അഖിൽ സാർ. താങ്ക് യു ഷജുൽ സാർ. സോ നമുക്ക് ഈ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അഖിൽ സാർ.